ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മളുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാം ഡേറ്റ് വന്നു അല്ലെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളുടെ പഠനത്തോടുകൂടി നിങ്ങൾ അവിടെ IT ലെവൽ ഇലക്ട്രിക്കലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നിങ്ങളത് പഠിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കോമ്പറ്റീവ് എക്സാമിന് പോകുമ്പോഴും അതേ സിലബസ് ഉള്ള മുൻവർഷങ്ങളിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ സൊല്യൂഷൻസും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പഠിച്ച ഓരോ മൊഡ്യൂളിനനുസരിച്ചിട്ട് പഠിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കീ വെച്ചിട്ട് നിങ്ങളത് മാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റുകൾ പറ്റിയേക്കുന്നില്ലാരും നിങ്ങൾ അവിടെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. അപ്പൊ PYQസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് മുൻവർഷ ചോദ്യങ്ങൾക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ ഒരു PYQs കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു KSEB വർക്കർ എക്സാംസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 2018 തൊട്ട് 26 വരെയുള്ള കാലഘട്ടത്തിൽ അതിന്റെ സിലബസിൽ ചേഞ്ചസ് വന്നിട്ടേ ഇല്ല. ആ കാലഘട്ടത്തിൽ നടത്തിയ ഇഷ്ടംപോലെ എക്സാംസ് ഉണ്ടായിരുന്നു അല്ലെ, IT ലെവൽ. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ, എവിടെ നിന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാം, സൊല്യൂഷൻസ് എങ്ങനെ കിട്ടാം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ അതിലേക്ക് അത് പറഞ്ഞതിന് മുന്നേ നമ്മളുടെ ചാനലിലെ ജസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക്കൽ എഡ്യൂസ് എന്ന ചാനലിലേക്ക് അറിയുക, നമുക്ക് അവിടെ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ IT ലെവൽ ഇലക്ട്രിക്കലിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ വീഡിയോസ് അവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ലൈൻമാൻ, അതേപോലെ ഇലക്ട്രീഷ്യൻ 2021 നടന്നത്, 25 നടന്നത്, അതേപോലെ 24 കാലഘട്ടത്തിൽ നടന്നത്, കുറെയൊക്കെ PWD ലൈൻമാൻ, പിന്നെ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, അങ്ങനെയുള്ള എല്ലാം നമ്മൾ അവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതുകൂടാണ്ട് ഇനിയും നമ്മൾ ഇതിൽ ഈ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ആഡ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇത് സൊല്യൂഷൻ ആണ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സോഴ്സ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിലിപ്പോ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24ഓളം എക്സാംസ് 2018 തൊട്ട് 26 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് IT ലെവൽ എക്സാംസ്. ഇപ്പം PWD ലൈൻമാൻ തൊട്ടിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തൊട്ടിട്ട് നമ്മൾ ഏറ്റവും അവസാനം നടന്ന PWD ലൈൻമാൻ വരെ അല്ലെ, 2018 സ്റ്റാർട്ട് ചെയ്ത്. 2018 തൊട്ട് 26 വരെയുള്ള കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ IT ലെവൽ ഇലക്ട്രീഷ്യന്റെ സെയിം സിലബസ് തന്നെയാണ്, ഇപ്പോഴത്തെ സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആഡ് ആക്കിയേക്കുന്ന എല്ലാം IT ലെവൽ ഇലക്ട്രിക്കലിന്റെ സിലബസ് ആണ്, അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്കത് എത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പക്ക തറാക്കി വെക്കുക. പിന്നെ അത് കൂടാണ്ട് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് ബൈ വേർഡ്, ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും KSEB വർക്കർ എന്ന് പറയുന്ന എക്സാംസിന്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കയറാം. ടോപ്പർ അത് തന്നെ ആവാനും നിങ്ങൾക്ക് അവിടെ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമി ബേസ്ഡ് മെറ്റീരിയൽസ് അല്ലെ, നിമി നിങ്ങൾ പക്ക പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് നമ്മുടെ സിലബസ്, ഓക്കെ, നമ്മുടെ സിലബസിൽ ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് നിങ്ങൾ പഠിക്കുക. പിന്നെ അത് കൂടാണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അവിടെ വർക്ക്ഔട്ട് ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണ് ഇല്ലായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പറയാം. ഇപ്പൊ ലൈൻമാൻ 2018 നടന്നു. അതേ വർഷം തന്നെ നമുക്ക് ട്രേഡ്സ്മാന്റെ ഇതുണ്ടായിരുന്നു. ട്രേഡ്സ്മാനും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SLC പ്ലസ് NTC ഇലക്ട്രീഷ്യൻ ആണ് വരുന്നത് അല്ലെ. അതും 2018 നടന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 98/2018. പിന്നെ 2018 വേറെ എക്സാംസ് ഒന്നും ഉണ്ടല്ലോ. പിന്നെ 2019 ഒരു ഫർണസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ ആയിട്ടായിരുന്നു ഉണ്ടായത്. അത് നമ്മൾ കേരള മുനിസിപ്പൽ സർവീസിലേക്കാണ്, അതേപോലെ ഹെൽത്ത് സർവീസിലേക്ക്, അതേപോലെ PWD ഇലക്ട്രിക്കൽ, അതും 2019 ജൂൺ മാസം നടന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 26/2019. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ, അത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്ക്. ഇതേ സെയിം സംഭവം തന്നെ കഴിഞ്ഞ വർഷം വീണ്ടും വിളിച്ചിട്ടുണ്ട് അല്ലെ. 2020 എക്സാം നടന്നു. പിന്നെ അസിസ്റ്റന്റ് ക്രെയിൻ ഡ്രൈവർ, അതവിടെ എക്സ്പീരിയൻസ് ഉള്ള ഫിറ്റർ മെക്കാനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പൊ ഇത് സിലബസ് നമുക്ക് അവിടെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇതിനെന്താ ഉള്ളത്, അത് മെക്കാനിക്കും കൂടി ഉള്ളതുകൊണ്ട് ആ ഒരു ടൈപ്പ് സിലബസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അവിടെ ഇലക്ട്രീഷ്യൻ ലൈൻമാൻ വീണ്ടും ക്യാംകോയിലേക്കും PWD ഇലക്ട്രിക്കൽ വിങ്ങിലേക്കും 2021 നടന്നു. ഓക്കെ, പിന്നെ ഇലക്ട്രീഷ്യൻ വീണ്ടും നടന്നു കേരള സ്റ്റേറ്റ് KSFDCയിലേക്ക്, പിന്നെ ടൂറിസത്തിലേക്ക്, അഗ്രികൾച്ചറിലേക്ക് 21 നടന്നു. പിന്നെ വീണ്ടും ലൈൻമാൻ PWDയിലേക്ക് 21 നടന്നു. പിന്നെ അവിടെ വീണ്ടും ഇലക്ട്രീഷ്യൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ഫാമേഴ്സ് വെൽഫെയർ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ 22. പിന്നെ വീണ്ടും ഇലക്ട്രീഷ്യൻ ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് 22. പിന്നെ വീണ്ടും ട്രേഡ്സ്മാൻ 22. പിന്നെ ട്രേഡ്സ്മാൻ വയർമാൻ, ഇതൊന്ന് അവിടെ നോക്കണം, അത് അവിടെ നിൽക്കട്ടെ.
പിന്നെ അവിടെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്കിൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ. കാലിക്കറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ. 2023 നടന്നു. പിന്നെ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഉണ്ട്. അപ്പൊ നമ്മുടെ അതിൽ സിലബസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഓവർസി ഗ്രേഡ് 2 സ്കിൽഡ് അസിസ്റ്റന്റ് ട്രേഡ്സ്മാൻ ലൈൻമാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് 30/4/2024 നടന്നു. പിന്നെ അവിടെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ ആണ്, അത് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അതിലെ സിലബസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഇലക്ട്രീഷ്യൻ വന്നു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 2025 നടന്നു. പിന്നെ അവിടെ വീണ്ടും ഇലക്ട്രീഷ്യൻ ലൈൻമാൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 2025 വീണ്ടും നടന്നു. ഓക്കെ, പിന്നെ അവിടെ ലൈൻമാൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ നമുക്ക് KCMF നമ്മൾ നേരത്തെ കണ്ടു, PWD ലൈൻമാൻ 19/11/2025. പിന്നെ അവിടെ വീണ്ടും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, പക്ഷെ ഇതിൽ നമുക്ക് സിലബസിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ലാസ്റ്റ് നടന്ന ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഹെൽപ്പർ അല്ലെങ്കിൽ ലൈൻമാൻ 10/6/2026 നടന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. അതുകൂടാണ്ട് ഇതിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ ഒരു നമ്മൾ പ്ലാനിങ്ങിലാണ് ഉള്ളത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം, നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ള ഒരു അപ്ഡേറ്റ്. അപ്പൊ നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു 60-70% എന്താ നമുക്ക് അവിടെ PYQs അവിടെ വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പൊ നമ്മുടെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാൻ്റെ ഒക്കെ എക്സാമിന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പൊ അവിടെ 86 മാർക്സ് ഒക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. പക്ഷെ അതിനവിടെ വേക്കൻസി കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് വരുന്നത്. എന്നിരുന്നാലും ഇവിടെ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്, ഇനി വേക്കൻസീസ് കൂടും. അപ്പൊ ചിലപ്പോഴും എന്താ അവിടെ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് ഇപ്പോഴൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, കാരണം വെച്ചാൽ എക്സാം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നാലും എന്താ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ്, ട്രൈ യുവർ ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ എന്തായാലും PYQs എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക. അതിന്റെ കൂടെ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ എവിടുന്നൊക്കെ നിങ്ങൾ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ച് മാത്രം നിങ്ങൾ പോകരുത്. അതിന്റെ കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കൺസെപ്റ്റ് മാത്രം പഠിച്ചു പോയിക്കാൻ നിങ്ങൾ പഠിച്ച് ശരിയാണോ അല്ലെങ്കിൽ പഠിച്ച് അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. അതിന്റെ കൂടെ ക്വസ്റ്റ്യനും കൂടി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പോകുന്ന എക്സാക്റ്റ് ആയിട്ടുള്ള ശരിയായ ട്രാക്കിലാണോ നേരെ ഇല്ലാരും നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചുമ്മാ കോൺസെപ്റ്റ് മാത്രം പഠിച്ചു പോകാതെ മാക്സിമം PYQs പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾക്ക് അവിടെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്റ്റ് പഠിക്കുക. അതേപോലെ നിമിയിൽ ഇഷ്ടംപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്താ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അവിടെ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.